ഷീജാവധം അധ്യായം 18. ആ കൊച്ചിന് എന്നെ വലിയ കാര്യമാണ് സാറേ. കെട്ടിയോള പിശാചിനെ പോലെയൊന്നുമല്ല. കിടന്ന് മെഴുകാതെ ഉണ്ടായ കാര്യം പറയടാ. ഞാൻ വീട്ടിൽ പോയപ്പോൾ ആ കൊച്ച് മലർന്നങ്ങനെ കിടക്കുകയായിരുന്നു. അവൾ തള്ളയോട് തെറ്റിയാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ടൗണിലെ കടയിൽ നിന്നും ബീഫും പൊറോട്ടയും വാങ്ങി ബെവ്കോയിൽ നിന്നും 2 ബിയറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ജോണി സാർ എന്നെ കണ്ടത്. പിന്നെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അത്ര ഉള്ളോ ഷാൻഡോ? ബാക്കി നീ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് നിന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. ഐശ്വര്യ അത് പറഞ്ഞപ്പോൾ ഷാൻഡോ അവളെ ഒന്ന് നോക്കി. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ഇനി എന്നെ കൊന്നാലും നിങ്ങൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല. സത്യൻ്റെ കണ്ണുകളിൽ നിന്ന് നോക്കിയ ദിലീപ് ഒരു റൂളി വടിയുമായി ഷാൻഡോയ്ക്കരികിലെത്തി. ആ റൂളി അയാളുടെ തള്ളവിരലിൽ അമർത്തി. റൂളി വടിയുടെ തുമ്പിലുണ്ടായിരുന്ന മൊട്ടുസൂചി ഷാൻഡോയുടെ തള്ളവിരലിൽ തറച്ചു കയറി. അയാൾ വേദന കൊണ്ടൊന്ന് പുളഞ്ഞു. പറ ഷാൻഡോ, എങ്ങനെയാണ് ഷീജയുടെ ശരീരത്തിൽ മദ്യമെത്തിയത്? സാറേ, ആ കൊച്ച് ബീർ കുടിച്ചിരുന്നു. ആ കണക്കങ്ങോട്ട് സെറ്റാവുന്നില്ലല്ലോ മോനെ. 97% ആൽക്കഹോൾ ബീറിൽ നിന്നും മാത്രം എങ്ങനെയാണ് വന്നത്? അത് സാറേ പറയടോ. ബീക്കോയിൽ നിന്നും ബീർ വാങ്ങി ഇറങ്ങി അവളും എന്നോടൊപ്പം ഇടയ്ക്കൊന്ന് കൂടാറുണ്ട്. അപ്പോഴാണ് ജോണി സാറിനെ ഞാൻ കാണുന്നത്. എങ്ങോട്ടാടാ എന്ന് ജോണി സാറ് ചോദിച്ചു. ഇളയ കൊച്ച് പിണങ്ങിക്കിടക്കുക, അവൾക്ക് ഫുഡ് കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൾക്കാണ് ഈ ബിയറെന്ന് ചോദിച്ചൊന്ന് കുലുങ്ങിച്ചിരിച്ചു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഒരു ഫുൾ ബോട്ടിലെടുത്ത് അതെനിക്ക് തന്നു. അടിച്ചു പൊളിക്കടാ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് തെറ്റിയത് അല്ലേ? കൊച്ചിന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നി എനിക്ക്. ഞാൻ ഭക്ഷണം എടുത്ത് വെച്ച് കഴിക്കാൻ പറഞ്ഞോ, ബിയർ കണ്ട ഉടനെ അവൾ ഒരെണ്ണം പൊട്ടിച്ച് ഒറ്റ കമത്തലായിരുന്നു. എന്നാ കൊച്ചെ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ കൊല്ലുമെന്നോ പിന്നെ എന്തോ നരബലിയെന്നോ രഹസ്യ ക്യാമറ എന്നോ എന്തൊക്കെയോ പറഞ്ഞു. അവൾക്ക് ചെറുതായി തലയ്ക്ക് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഹോട്ട് പൊട്ടിച്ചൊരു പെഗെടുത്തു. അത് പിന്നെ അവൾ എനിക്ക് തന്നില്ല. മുഴുവൻ അവൾ തന്നെയാണ് സാറേ കഴിച്ചത്. പൊറോട്ടയും ബീഫും ആ കൊച്ചൊറ്റ ഇരിപ്പിനകത്താക്കി. ഞാനധികം പൂസല്ലായിരുന്നു. ആ തള്ള കുപ്പിയും ഫുഡും ഒക്കെ കണ്ടാൽ പിന്നെ കച്ചറയാണ്. ഞാൻ വേഗം കൊച്ചിനെ കട്ടിൽ കിടത്തി വേസ്റ്റ് മുഴുവൻ ക്ലീൻ ചെയ്ത് കവറിലാക്കി ആ തോട്ടിലോട്ട് തന്നെ ഒഴുക്കിയും വിട്ടു. എൻ്റെ സാറേ, വല്ലപ്പോഴും ആ കൊച്ച് ആരും അറിയാതെ ഒരു ബിയറടിക്കും. അത് ഞാൻ കൊടുക്കുമ്പോൾ മാത്രം. പക്ഷേ അന്ന് അവൾക്ക് വല്ലാത്തൊരു ആദിയായിരുന്നു. അവളെ അവിടെ കിടത്തി മുൻവാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അയാളും ഭാര്യയും പുറത്തു നിൽപ്പുണ്ടായിരുന്നു. കോന്നി ജംഗ്ഷനിലെത്തിയപ്പോൾ ജോണി സാറും പിന്നെ കൂടെ വേറെ ആരോ ഉണ്ടായിരുന്നു, ഒരു സ്വാമിയെ പോലെയുള്ള ആരോ ഒരാൾ. എന്നിട്ടെന്താ ഉണ്ടായേ? എന്താടാ നീ ഇത്ര പെട്ടെന്ന് പോന്നോ എന്ന് ചോദിച്ചു. അവൾ അടിച്ച് ഫിറ്റായി കിടക്കാം സാറേ, ഞാനിങ്ങ് പോന്നു എന്ന് പറഞ്ഞു. പോക്കറ്റിൽ നിന്ന് ഒരു 2000 രൂപ നോട്ടെടുത്തും പോക്കറ്റിൽ വെച്ച് എന്നിട്ട് നീ പോയി ഒന്ന് മിനുങ്ങടാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞത് ആ കൊച്ചു മരിച്ചതാണ്. ഐശ്വര്യ, അപ്പോൾ പുറപ്പെടുകയല്ലേ? സത്യൻ ചോദിച്ചു. യെസ് സാർ, റെഡിയാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. സത്യൻ ലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങളെ വൈകുന്നേരം വീട്ടിലെത്തുന്നതിന് മുൻപായി അടുത്ത വീട്ടിൽ നിന്നും അവരുടെ മൊബൈലിൽ ഷീജയെ വിളിച്ചതായി കണ്ടു. അതെന്തിനായിരുന്നു? ഞാൻ ആ കൊച്ചിനെ 1-2 തവണ വിളിച്ചു സാറേ. തലേന്ന് എന്നോട് പിണങ്ങി നിന്നതുകൊണ്ട് ആകെ ഒരു സങ്കടം. പിന്നെ ജോലിക്ക് പോകുന്ന വഴിക്ക് ഷാൻഡോയെ കണ്ടിരുന്നു. അവനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ. എനിക്ക് വൈകുന്നേരമായപ്പോഴേക്ക് ആകെ ഒരു എനക്കേട്. അപ്പോൾ എന്താ കൗൺസിലർ, നിങ്ങൾക്ക് ഈ കേസിലുള്ള റോൾ ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ കൂടി പറഞ്ഞു തന്നാൽ മതി. സാറേ, തോമസ് സാറും ജോണിയും കൂടി എന്നെ വന്ന് കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് ശവടക്കം നടത്തണം. വെച്ച് നീട്ടിയാൽ പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്ത വന്ന് ആകെ നാട്ടക്കേസാവും എന്നാണ് അവർ പറഞ്ഞത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആണല്ലോ സാറേ തോമസ് സാർ. അതുകൊണ്ട് തന്നെ അക്ഷരം പ്രതി അനുസരിച്ചു. അതിന് മൂത്ത കുട്ടി ഷീവ സമ്മതപത്രവും തന്നിരുന്നു. ഐശ്വര്യ, സത്യൻ്റെ വഴിയിൽ ഐശ്വര്യൻ സത്യനോടൊപ്പം ജീപ്പിൽ കയറി. ബീക്കൺ ലൈറ്റിൻ്റെ പ്രകാശം നന്നായി കാണാമായിരുന്നു. തോമസ് സാറിൻ്റെ വീടിന് മുന്നിലേക്ക് പോലീസ് ജീപ്പ് കയറുമ്പോൾ അവരുടെ പോലീസ് വാഹനത്തെ അനുഗമിക്കുന്ന വേറെയും 1-2 പോലീസ് വാഹനങ്ങളുണ്ടായിരുന്നു. വീടിന് മുന്നിൽ പോലീസ് ജീപ്പുകൾ വന്നു നിന്നപ്പോൾ തോമസ് സാറൊന്ന് അമ്പരന്നു. എന്താണോ പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട്? സാർ, ഒരു അറസ്റ്റ് വാറൻ്റ് ഉണ്ട്. അത് കൊള്ളാലോ. തീക്കട്ടലിൽ ഉറുമ്പരിക്കുന്നു. എന്താടോ, ഞാൻ ആരെങ്കിലും കൊന്നോ? സാറ് കൊന്നിട്ടില്ല. സാറിൻ്റെ മകൻ ജോണി. ഒരാളെ അല്ല,
കേരളത്തിലെ ഒട്ടനവധി ആളുകളെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് നരബലി നടത്തിയിട്ടൊക്കെയാണ് കൊന്നിരിക്കുന്നത്. ഇതേ ഇൻസ്പെക്ടറെ, മുറ്റത്ത് കയറി വന്ന് ഒരുമാതിരി പോക്കടിത്തരം പറഞ്ഞാണ്ടല്ലോ. ഞാനേ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ജോലി ചെയ്യാൻ അനുവദിക്കണം സാർ. കൂടെ നിന്ന പോലീസുകാരെ നോക്കി സത്യൻ സെർച്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അകത്തേക്ക് കയറിയ പോലീസുകാർ ജോണിയെ ബലം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തോമ അവൻ്റെ തോളിൽ തട്ടി, നീ ധൈര്യമായി പോടാ, സെൻട്രൽ ജയിൽ ആമ്പിള്ളേർക്കുള്ളതാണ്, അപ്പൻ ഇറക്കും നിന്നെ. ഇല്ലേ പിന്നെ ഈ കതറ് ഇട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് എന്തിനാ? ഓ സാറേ, മിനിമം ഞാനിവനൊരു തൂക്കുകയറെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കും. കതറിട്ട രാഷ്ട്രീയം മക്കളുടെ തോന്നിയാസത്തിന് കൂട്ടുപിടിക്കാനും വ്യഭിചരിക്കാനും വേണ്ടിയുള്ള പ്രിവിജൽ അടയാളമായി നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിച്ചിരിക്കും. ജോണിയെ പോലീസ് വാഹനത്തിലേക്ക് തള്ളിക്കയറ്റുമ്പോൾ TV ചാനലുകളുടെ ക്യാമറ ഫ്ലാഷുകൾ ഒന്ന് മിന്നിമറിഞ്ഞു. അധ്യായം 26. പിറുപിറുത്തുകൊണ്ടിരുന്ന പാർട്ടിക്കാർ മന്ത്രിമാരും അവർക്കിടയിലേക്ക് മുഖ്യമന്ത്രി ഇറങ്ങി വന്നു. അയാൾ എല്ലാവരെയും സൂക്ഷ്മമായി ഒന്ന് വീക്ഷിച്ചു. ഒരു മുട്ടസൂചി വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദത അവിടെ നിറഞ്ഞു നിന്നു. CM, ഇതൊരുമാതിരി മറ്റേ ഇടപാടായിപ്പോയി. മറ്റവന്മാർക്ക് കളിക്കാൻ ഒരിടം പോലെ. അല്പം അമർഷത്തിൽ ഗുണശേഖരൻ മന്ത്രി അത് പറഞ്ഞപ്പോൾ CM ഒന്ന് ചിരിച്ചു. ഈ ജോണി ആരാ ഗുണശേഖര? നിന്റെ മോനാണോ? പാർട്ടി ജില്ലാ സെക്രട്ടറി അല്ല, പ്രസിഡന്റ് ആയാലും ശരി, കുറ്റം ചെയ്തവൾ കുറ്റം തന്നെയാണ്. ഒന്നും അറിയാത്ത ഒരു കൂട്ടം കുട്ടികളെ നരബലിയെന്നും മന്ത്രവാദം എന്നും പറഞ്ഞ് പിച്ചു ചീന്താൻ എന്താടോ നമ്മൾ അടിയന്തര പ്രമേയം ഇറക്കിനോ? അടിയും ഇടിയും കൊണ്ട് ചോര വീണ മണ്ണിൽ നിന്നും കെട്ടിപ്പടുത്തുയർത്തതാണ് ഈ പ്രസ്ഥാനം. അത് ഏതെങ്കിലും ഒരുത്തൻ്റെ കഴപ്പ് തീർക്കാനുള്ളതല്ല. അല്ല CM, ഒരു പാർട്ടി സെക്രട്ടറിയുടെ കുടുംബം ഇത്തരമൊരു പ്രവൃത്തിയിൽ ഉൾപ്പെട്ടു എന്ന് ജനങ്ങൾ അറിഞ്ഞാലുള്ള പ്രതിച്ഛായ, ഭവിഷ്യത്ത്, അത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിക്കുന്ന മങ്ങലല്ലേ? ഗുണശേഖരൻ ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇൻസ്പെക്ടർ സത്യനെ ഈ കേസിൻ്റെ മുഴുവൻ അന്വേഷണ ചുമതലയും കൊടുത്തത് ഞാനാണ്. ഈ കേസിൻ്റെ പിന്നിൽ പാർട്ടിയുടെ ചില ഉന്നതരുടെ കൈകളുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തതും. അതുകൊണ്ട് ഈ കേസ് വിചാരണ പൂർത്തിയാക്കി യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഞാൻ അയാൾക്ക് വേണ്ട മുഴുവൻ നിയമ സംരക്ഷണവും കൊടുക്കും. ഈ കേസിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അഴി എണ്ണിക്കാൻ ഒരുങ്ങിക്കോളൂ കേട്ടോ. പാർട്ടിയുടെയോ എൻ്റെയോ ഒരു സംരക്ഷണവും പ്രതീക്ഷിക്കണ്ട. CM ഇത്രയും കടുത്ത തീരുമാനം എടുക്കല്ലേ. തോമസ് സാറും മകനും എത്ര രൂപയാണ് നമ്മുടെ പൂച്ച പെറ്റ് കിടക്കുന്ന പാർട്ടി ഖജനാവിലേക്ക് സംഭാവന തരാറുള്ളതെന്നറിയാമോ? അതുമാത്രമല്ല, പത്തനംതിട്ടയിൽ നിന്നും അടുത്ത തവണ MLA തിരഞ്ഞെടുപ്പിൽ 100% വിജയം ഉറപ്പിക്കുന്ന സീറ്റ് കൂടിയാണ് തോമസ് സാറിൻ്റെ. കുടിയേറ്റ കോൺഗ്രസ് കുത്തകയായ ഇവിടെ ജനങ്ങൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇമാതിരി നാറിയ കേസും കൊണ്ട് വന്നിട്ട് ഇപ്പോൾ എന്നാ കാണിക്കാനാ? കേസ് സഖാവ് പറഞ്ഞ പോലെ ആ SI കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് മുൻപ് തെളിയിച്ചതല്ലേ. എന്നിട്ടെന്തേ വേറെ ഒരു കേസിനും ഇല്ലാത്തൊരു പ്രത്യേകത? ഗുണശേഖരൻ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ രാജേഷ് CMൻ്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കെ ആ ഡോർ തുറന്ന് അയാൾ അകത്തേക്ക് വന്നു. തുടരും. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും വീണ്ടും കാണും വരേക്കും ശുഭാശംസകൾ.